വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ മസാല റെസിപ്പിയുടേതാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ ചിക്കൻ കുക്കറിലിട്ട് 2 വിസിൽ വരുന്നത് വരെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഒരു 10 കാഷ്നട്ട് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. കാഷ്നട്ടിന് പകരം തേങ്ങാക്കൊത്താണെങ്കിലും മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടി 1 ടേബിൾ സ്പൂൺ. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഞാൻ പറഞ്ഞത്, മല്ലിപ്പൊടി വീണ്ടും ഞാൻ ചേർത്ത് കൊടുത്തായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ്. പിന്നെ ഗരം മസാല പൗഡർ, കുരുമുളക് പൗഡർ, ഇതെല്ലാം കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ടൈമിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി ഈ മസാല തണുത്ത് കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലിട്ട് നമുക്കത് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് വേണം അരച്ചെടുക്കാൻ. അപ്പോൾ ദാ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു കടായിലേക്ക് മാറ്റിക്കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടോ, ഒരു 1/2 കപ്പ് വെള്ളമാണ് ചേർത്തത്. പിന്നെ ഇതിലേക്ക് വേവിച്ച് വെച്ച ചിക്കൻ പീസസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഈ ഒരു കറി കുറുകി വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഈ ഒരു ടൈമിൽ പൊടികൾ കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ മല്ലിപ്പൊടി കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല കേട്ടോ. കറിക്ക് കുറച്ചുകൂടി ഒരു കൊഴുപ്പ് കിട്ടുന്നതിന് വേണ്ടിയാണ് കേട്ടോ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്തത്. ഇപ്പോൾ ഇതാ കറി നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. പിന്നെ ഒരു നല്ലൊരു ടേസ്റ്റിനായിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ വേറെ പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് പെരിഞ്ജീരകം ഉണ്ട്. ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കറുകപ്പട്ട, വത്തൽമുളക്, കറിവേപ്പില ഇതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. പച്ചമുളകും കൂടി ചേർത്തായിരുന്നു കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഫ്രോസൺ ഗ്രീൻ പീസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഒരു 2-3 മിനിറ്റ് വരെ ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഏറ്റവും അവസാനം ഇതിലേക്ക് ഒരു തക്കാളി വലുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് 1 മിനിറ്റോളം ഒന്ന് റോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ഒരു ചിക്കൻ കറി ഉണ്ടല്ലോ, അതിന് മുകളിലായിട്ട് ഇട്ട് കൊടുത്ത് ഒരു 10 മിനിറ്റോളം അടച്ചു വെക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു സ്മെല്ലും ഫ്ലേവറൊക്കെ നല്ലതുപോലെ ആ കറിയിൽ ഇറങ്ങുന്നതിന് വേണ്ടിയാണ്. 10 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം പിന്നെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ മസാല റെസിപ്പിയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.